നമസ്കാരം, ഞാൻ ഡോക്ടർ ഷമീം, കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസൾട്ടൻ്റ് ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്ററാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കുട്ടികളിലുണ്ടാകുന്ന ട്രോമ അല്ലെങ്കിൽ വാഹനാപകടങ്ങളാണ്. നമുക്ക് അറിയാം, ഇന്നത്തെ വർത്തമാന കാലത്തെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ടോപ്പിക്കാണ് കുട്ടികളിലുണ്ടാകുന്ന ട്രോമകൾ. കാരണം എത്രയോ കുട്ടികൾ നമ്മുടെ അത്യാഹിത വിഭാഗത്തെ സമീപിക്കാറുമുണ്ട്. ഇനി ട്രോമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാഹനാപകടങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ അത് വീഴ്ചകളായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾ ഡ്രൗണിങ് ഭയങ്കര കോമൺ ആയിട്ടുണ്ടാകുന്നതാണ്, പൊള്ളലേൽക്കുന്നത് കാരണമായിരിക്കാം. ഇങ്ങനെ പല ഇഞ്ചുറീസ് കാരണവും കുട്ടികൾ ആക്ച്വലി അത്യാഹിത വിഭാഗത്തെ സമീപിക്കാറുണ്ട്. ഇനി ട്രോമ എന്ന് പറയുന്നത് നമ്മൾ അഡൽറ്റിൽ നിന്ന് അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നും തീർച്ചയായിട്ടും ഡിഫറെൻറ്റ് കണ്ടീഷൻസിലായിരിക്കും കുട്ടികളിലുണ്ടാവുന്നത്. അത് ചിലപ്പോൾ വീഴ്ചകൾ കാരണമായിരിക്കാം, ചില വീടുകളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ കുട്ടികൾ വീണതുമൂലം പല ഇഞ്ചുറീസും കുട്ടികൾക്ക് വരാറുണ്ട്. അത് വെറും ഫിസിക്കൽ ഇഞ്ചുറീസ് മാത്രമല്ല, കുട്ടികളിൽ ചിലപ്പോൾ അത് മാനസിക വൈകല്യങ്ങൾക്ക് കൂടെ കാരണമാകാറുമുണ്ട്. ഇനി പൊള്ളലേൽക്കാനും കുട്ടികൾക്ക് ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ചൂടുള്ള പാല് അല്ലെങ്കിൽ ചൂടുള്ള ചായ ഇതെല്ലാം കുട്ടികൾക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ വീടുകളിൽ, അത് കാരണം പൊള്ളലേൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഭക്ഷ്യവിഷബാധകൾ കുട്ടികൾക്കുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡ്രൗണിങ്, കുട്ടികൾ തീർച്ചയായിട്ടും സ്വിമ്മിങ് പഠിക്കണം. കാരണം അത് പക്ഷേ രക്ഷിതാക്കൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം കുട്ടികൾ മുങ്ങിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നീടുണ്ടാവുന്നതാണ് വാഹനാപകടങ്ങൾ. വാഹനാപകടങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ എ ക്യൂർ. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ബാക്ക് സീറ്റ് തന്നെ യൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളതാണ്, കാർ സീറ്റുകൾ യൂസ് ചെയ്യും. അത് നമുക്ക് കുട്ടികളുടെ ഹൈറ്റിനും വെയ്റ്റിനും അനുസരിച്ചിട്ടുള്ള കാർ സീറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ കാർ സീറ്റുകൾ തന്നെ യൂസ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി കാർ സീറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ സീറ്റ് ബെൽറ്റ് തീർച്ചയായിട്ടും ബാക്ക് സീറ്റുകളിൽ ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഫ്രണ്ട് സീറ്റിൽ ഇരുത്താതെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മടിയിൽ ഇരുത്താതെ തന്നെ എപ്പോഴും നമ്മൾ കുട്ടികളെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇനി കുട്ടികളിൽ ഒരു വാഹനാപകടം അല്ലെങ്കിൽ ഒരു ട്രോമ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടത് ആ കുട്ടികളെ കംഫോർട്ട് ചെയ്യുക. കാരണം പാരൻസ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പാരൻസിൻ്റെ കൂടെ തന്നെ കുട്ടികളെ നിർത്തുക. ഇനി ഒരു അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും കുട്ടികളെ അലക്ഷ്യമായിട്ട് അശ്രദ്ധമായിട്ട് വലിച്ചിഴക്കാതിരിക്കുക. കുട്ടികളിലും ഉണ്ടാവുന്നതാണ് ഒരു ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ, നട്ടെല്ലിനേൽക്കുന്ന ക്ഷതങ്ങൾ, അല്ലെങ്കിൽ ശ്വാസകോശത്തിനേൽക്കുന്ന ക്ഷതങ്ങൾ, അല്ലെങ്കിൽ രക്തസ്രാവം മൂലം. ഈ 4 സിസ്റ്റത്തിനെയാണ് കുട്ടികളെയും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാറുള്ളത്. അതിൽ തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ മുതിർന്നവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളിൽ കുറവാണ്. കാരണം കുട്ടികളുടെ സ്കൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂസ് ആയിട്ടില്ല, അപ്പോൾ അത് കുറച്ചും കൂടെ മൊബിലൈസ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നമ്മളെ ചുമരിൽ ഇടിച്ചാലോ അല്ലെങ്കിൽ തലക്കേൽക്കുന്ന ചെറിയ ക്ഷതങ്ങളെല്ലാം അവർക്ക് ആക്ച്വലി പ്രിവെൻറ്റ് ചെയ്ത് നിർത്താവുന്നതുമാണ്. ഇനി നട്ടെല്ലിനേൽക്കുന്ന ക്ഷതങ്ങൾ കുട്ടികളിലും കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നട്ടെല്ല് മൂവ് ചെയ്യാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് വേണം ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കേണ്ടത്. പാരൻസ് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരൻസിൻ്റെ കൂടെ തന്നെ കുട്ടികളെ വിടുക. കാരണം അവർ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ട്രോമ ടീമായിരിക്കും മാനേജ് ചെയ്യുന്നത്. അതൊരു പീഡിയാട്രിക് എമർജൻസി മെഡിസിൻ, ജനറൽ സർജൻ, പീഡിയാട്രിക് സർജൻ, ഓർത്തോപീഡിഷ്യൻ, ഇവരുടെ ഒരു ടീമായിരിക്കും എപ്പോഴും കുട്ടികളെ മാനേജ് ചെയ്യുന്നത്. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കുട്ടികളിൽ റേഡിയോളജിക്കൽ ഇമേജിങ് ചെയ്യാറുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എപ്പോഴും നമ്മളൊരു കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കുട്ടികളിൽ പലപ്പോഴും പല ട്രോമകളും മാനസിക വൈകല്യങ്ങൾക്കും കൂടെ കാരണമാവും. കാരണം ആ ഒരു ഷോക്കിലായിരിക്കും കുട്ടികളെല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒരു കൗൺസിലിംഗും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. താങ്ക് യു.